ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനായി അടിത്തട്ടിൽ പ്രവർത്തകർ ഇറങ്ങിയതോടെ വെളിവായത് മലയോര മേഖലയിലെ കുടിയിറക്കത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വയനാട്ടിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പ്രദേശങ്ങളിൽ യുവ വോട്ടർമാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. വിദേശത്ത് പോയവർ അവിടെ സ്ഥിരതാമസമാക്കിയതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആളുകൾ കുറയുന്നത്. മലബാറിലെ കുടിയേറ്റ ചരിത്രത്തിൽ 1930-കൾക്ക് ശേഷം മുള്ളൻകൊല്ലിയിലേക്കും പുൽപ്പള്ളിയിലേക്കുമാണ് കർഷകർ ഏറ്റവും കൂടുതൽ കുടിയേറി പാർത്തത്. എന്നാൽ കുടിയേറ്റ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഇവരുടെ പുതുതലമുറ ഇന്ന് എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. ഞാനും എൻ്റെ ഭാര്യയേ ഉള്ളൂ. ബാക്കിയുള്ളവർ വിദേശത്താണ്. ഞാനും ഇവിടെ കുടുംബവും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വീട്ടിലിപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കി 4 മക്കളും ഇവിടെ ഇല്ല. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 19-ാം വാർഡായ പാതിരയിലെ അവസ്ഥയാണിത്. 1173 വോട്ടർമാരുള്ള ഈ വാർഡിൽ ഇത്തവണ വോട്ട് ചെയ്യാൻ 200ഓളം പേര് പോലും നാട്ടിലില്ല. തൊട്ടടുത്തുള്ള പേരിക്കല്ലൂർ വാർഡിലെ 1185 വോട്ടർമാരിൽ 300ഓളം പേരും വിദേശത്താണ്. പല കോൺക്രീറ്റ് വീടുകളിലും അപ്പനും അമ്മയും മാത്രം. ചില വീടുകളിൽ അതുമില്ല. കുരുമുളകിന്റെ സുവർണകാലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമങ്ങളായിരുന്നു വയനാട്ടിലെ പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയും. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും വന്യജീവി പ്രശ്നങ്ങളും കാർഷിക മേഖലയെ തകർത്തതോടെയാണ് കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഇത് കുടിയിറക്കത്തിന്റെ കാലമായത്. ബുദ്ധിമുട്ടാണ്, ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കാട്ടുപന്നി മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇവിടെ ഒരു കപ്പയിട്ടാണ് ഉണ്ടാകിയല്ല. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ യുവ വോട്ടർമാരും വോട്ട് ചെയ്യാനായി എത്തില്ല. യുവതലമുറയിലെ ഭൂരിഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഇത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഒരു വാർഡിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ അവസ്ഥ കൂടിയാണ് നമ്മൾ ഈ തുറന്നു കാണിക്കുന്നത്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.